ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് നമ്മുടെ സ്പ്രിംഗ് ഫീവറിൻ്റെ 4th എപ്പിസോഡാട്ടോ. ഈ എപ്പിസോഡിൽ കാണിക്കുന്നത് നമ്മുടെ 3rd എപ്പിസോഡിൻ്റെ ക്ലൈമാക്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. ഇവൻ എന്തോ പറയുന്ന ഒരു കാര്യത്തിന് ഇവൾ യെസ് പറയുന്നുണ്ട്. നമ്മൾ വിചാരിച്ചതുപോലെ, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചതുപോലെ ഇവൻ്റെ പ്രൊപ്പോസലോ അങ്ങനെയുള്ള സെറ്റപ്പോ ഒന്നല്ല കേട്ടോ ഇത്. നായകൻ ഒരു പ്രൊപ്പോസലാണ് ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. പക്ഷെ നമ്മുടെ നായിക യെസ് പറഞ്ഞത് വേറെ ഒന്നുമല്ല. നായികയ്ക്ക് ഓർമ്മ വന്നു, മുൻപ് ഇവരെപ്പോഴും മീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് എപ്പോഴാണ് നമ്മുടെ നായികയ്ക്ക് ഓർമ്മ വന്നു. അത് പറയാനാണ് ഇവനെ മീറ്റ് ചെയ്യണമെന്ന് ബോം പറഞ്ഞത് കേട്ടോ. നമ്മുടെ ഹീറോ ജയിക്കുവാണെങ്കിലോ ഇതിനൊന്നും വേണ്ടിയിട്ടല്ല ഇന്ന് വന്നത്. ഇന്ന് അവൻ്റെ മനസ്സിൽ ജസ്റ്റ് ഇവളുടെ മനസ്സിൽ ഇവനെ കുറിച്ച് എന്താണ് അഭിപ്രായം, ഇഷ്ടമാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചിട്ട് അവൻ വന്നത്. പക്ഷെ നമ്മുടെ ബോം പറയുന്നത് കംപ്ലീറ്റ് വേറെ കാര്യം ആയതുകൊണ്ട് തന്നെ നമ്മുടെ നായകൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല കേട്ടോ. കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം മുൻപ് ആണ് ഇവൾ ഈ നാട്ടിലേക്ക് വന്നേട്ടോ. ഇന്ന് ഇവർ ഫുഡ് കഴിച്ച സെയിം റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് ഇവർ മീറ്റ് ചെയ്തത്. അതായത് നമ്മുടെ നായകനാണെങ്കിൽ നായകൻ്റെ കോവർക്കേഴ്സിൻ്റെ കൂടെയൊക്കെ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ അതേ സ്ഥലത്തിരുന്ന് നല്ല അടിപൊളിയായിട്ട് സോജു കുടിച്ച് ബോധമില്ലാതിരിക്കുകയാണ് കേട്ടോ നമ്മുടെ നായിക. അവളാണെങ്കിൽ ഭയങ്കര ഡിപ്രസ്ഡൊക്കെയാണ്. അങ്ങനെ അൺകോൺഷ്യസ് ആയി വീഴാൻ പോകുമ്പോൾ അവളുടെ തലയൊന്നും നിലത്ത് പോയി മുട്ടാതെ അവളെ പിടിക്കുകയാണ് നമ്മുടെ ജയിക്കു. അങ്ങനെ ഈ ഒരു മൊമെൻറ്റിലാണ് ഇവർ രണ്ടുപേരും ഫസ്റ്റായിട്ടൊന്ന് സംസാരിക്കുന്നത്. ഇവനാണെങ്കിൽ ഇവളെ ഫസ്റ്റ് ടൈമാണ് ഇവിടെ കാണുന്നത്. ഈ കടയിലെ ഓണറും പറയുന്നുണ്ട് ഈ പെൺകുട്ടീനെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ. ഇവനെങ്ങനെ ഡ്രിങ്ക്സ് കുടിക്കുന്നതെന്നൊന്നും ഇവൻ അന്വേഷിക്കുന്നില്ല. ഇവൻ നേരെ ഇത് എങ്ങനെയാണ് ഈ ഇലയിലുള്ള ഐറ്റം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ കാണിച്ചു കൊടുക്കണം അവൾക്ക്. ആദ്യം റാഡിഷ് വെക്കണം, പിന്നെ കുറച്ച് മീറ്റ് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവളാണെങ്കിൽ ഇവൻ തരുന്ന ഇതൊന്നും കഴിക്കുന്നില്ല, അവൻ തന്നെ സ്വയം കഴിക്കുകയാണ്. ഇവനാണെങ്കിൽ വന്നപ്പോൾ തൊട്ട്, അതായത് ഇവളുടെ അടുത്ത് ഇരുന്നപ്പോൾ തൊട്ട് ഭയങ്കര സംസാരമാണ്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട് ഈ കൺട്രി സൈഡിലുള്ള ആൾക്കാരൊക്കെ ഭയങ്കര സംസാരമാണല്ലോ എന്ന്. ഇവൻ ചോദിക്കുന്നുണ്ട് എവിടുന്നാണ് വരുന്നത്, എന്താ പേര് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് എൻ്റെ പേര് ബ്യൂട്ടി എന്നാണെന്നാണ് ഇവൾ പറയുന്നത്. ഈ ബ്യൂട്ടി എന്നുള്ള പേരാണ് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മുടെ നായകൻ ഇവളെ വിളിച്ചേട്ടോ. അപ്പോൾ നമ്മുടെ നായികയാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും, അതായത് ഇവനെ ഫസ്റ്റായി കണ്ട ആ ഒരു മൊമെൻ്റ് ഒന്നും ഇവനോട് പറയരുതെന്നാണ് വിചാരിച്ചത്. കാരണം ഇവൻ്റെ നെഫ്യൂനെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണല്ലോ ഇവളാണ് അവിടെ ഇരുന്നിട്ട് നല്ല അടിപൊളിയായിട്ട് സോജു കഴിച്ചത്. അപ്പോൾ അത് മോശമല്ല ഇങ്ങനെ ഒരു പാരൻ്റ് അറിയണത്. പക്ഷെ പിന്നെ അവൾ വിചാരിച്ചു ഇവൻ്റെ കൂടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തപ്പോൾ ഇവനോട് ഇത് പറയുന്നതൊന്നും കുഴപ്പമില്ല, കുറച്ച് രണ്ടുപേരും തമ്മിലൊന്ന് അറിഞ്ഞാലും മനസ്സിലാക്കിയാലും കുഴപ്പമൊന്നുമില്ല എന്ന് അവളങ്ങനെ സമാധാനിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓർമ്മ വന്നു ഇവനോട് തന്നെ പറയുന്നത് കേട്ടോ. കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഈ നാട്ടിൽ ഇവൾ വന്നിട്ട് 1 ഇയറായി. ഒക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ നായകൻ പറയുന്നുണ്ട്, ഓ അപ്പോൾ ഇത് പറയാനാണോ ഇന്ന് തന്നെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്, അല്ലാതെ വേറൊന്നും പറയാനല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട് അല്ല, ഇത് എനിക്ക് ഓർമ്മ വന്നിട്ട് കുറച്ചായല്ലോ, അപ്പോൾ എന്തായാലും പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു എന്ന് പറയാണ്. നമ്മുടെ നായകൻ ജയ്ഗുന് എന്തായാലും ബോമിൻ്റെ മേലൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവളിങ്ങനെ പറഞ്ഞപ്പോൾ അവന് കുറച്ച് വിഷമമൊക്കെ ആയി. എന്നിട്ട് അവളുടെ ബാഗിൽ നിന്ന് ഒരു മാക്രോൺ എടുത്ത് ഇവൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് സോറി പറയാണ് അറിയാത്ത പോലെ പെരുമാറിയതിന്. സോറി മാത്രമല്ല കേട്ടോ, താങ്ക്സും പറയുന്നുണ്ട് അന്നത്തെ ആ ഒരു ദിവസത്തിന്. എന്നിട്ട് ബായ് പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോഴാണ് ജയ്ഗു ചോദിക്കുന്നത്, നിങ്ങൾ ശരിക്കും എന്നൊരു ആത്മഹത്യക്ക് ശ്രമിച്ചതാണോ അതോ ഒരു ആക്സിഡൻറ്റ് പറ്റിയതാണോ എന്ന്. ഈ ചോദ്യം കേൾക്കുമ്പോൾ നമ്മുടെ ബോംബാണെങ്കിൽ അങ്ങ് പോസാവുകയാണ്, ഷോക്കായി പോവുകയാണ് കേട്ടോ. ഇങ്ങനൊരു ചോദ്യം അവൻ്റെ നമ്മൾ തീരെ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. എന്നിട്ടൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ് കേട്ടോ. അന്നത്തെ ആ ദിവസം കാണിക്കുകയാണ്. ഇവളാണെങ്കിൽ തീരെ കുടിച്ച് ബോധമില്ലാതെയാണ് റോഡിൻ്റെ സൈഡിലൂടെ നടന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ അവളങ്ങനെ പോണ സമയത്ത് ഒരു വലിയൊരു ട്രക്ക് വരുന്ന കാണുന്നുണ്ട്. എന്നിട്ടോ അറിയാതെയോ ഒരു 50-50 മൈൻഡിലാണ് അവൾ ആ ട്രക്കിന് മുമ്പിലേക്ക് കാലിങ്ങനെ എടുത്ത് വെക്കുന്നത് കേട്ടോ. എന്നിട്ട് അവൾക്ക് അതിൻ്റെ മുമ്പ് നിന്ന് പെട്ടെന്ന് അങ്ങ് മാറാനും പറ്റുന്നില്ല. അങ്ങനെ അവൾ ആ സ്റ്റക്കായി നിൽക്കുന്ന ആ ഒരു മൊമെൻറ്റിലാണ് നമ്മുടെ നായകൻ വന്ന് പെട്ടെന്ന് അവൾ ആ ട്രക്കിൻ്റെ മുമ്പൊന്ന് പിടിച്ചു മാറ്റുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മുടെ ജയ്ഗു നേരത്തെ ചോദിച്ചത്. അതായത് ഈ ഒരു ട്രക്കിൻ്റെ മുമ്പിൽ അറിയാതെ പോയി പെട്ടതാണോ അത് അറിഞ്ഞുകൊണ്ട് ആത്മഹത്യക്ക് വേണ്ടി ട്രൈ ചെയ്തതാണോ എന്നാണ്. അങ്ങനെ ഇവളെ പെട്ടെന്ന് പിടിച്ചു മാറ്റിയിട്ട് ഇവളുടെ കയ്യിലൊരു മാക്രോൺസ് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവൻ സ്ഥിരം പറയാറുള്ള ആ ഒരു കാര്യം പറയുന്നുണ്ട്, അതായത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ സ്വീറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കഴിച്ചാൽ മതി എന്ന് പറയുകയാണ്. എന്നിട്ട് ഈ ഒരു മാക്രോൺസ് അവളുടെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. നെക്സ്റ്റ് സീനിൽ നമ്മുടെ കറണ്ട് സിറ്റുവേഷൻ ആണ് കേട്ടോ. അതായത് അവൻ്റെ ക്വസ്റ്റ്യൻ കേട്ട് ഇവൾ സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പോഴാണ് അവൻ വീണ്ടും ചോദിക്കുന്നത് ശരിക്കും സിയോളിൽ വെച്ചിട്ട് എന്താ സംഭവിച്ചത്, അതിനെക്കുറിച്ച് എന്നോട് പറയുമെന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വന്നിട്ട് ഇവനോട് പറയുന്നുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രണ്ട്ലിയായി സംസാരിച്ച് വിചാരിച്ചിട്ട് നമ്മൾ ഫ്രണ്ട്സ് ആണെന്ന് കരുതിയോ, എൻ്റെ ഈ ഒരു പേഴ്സണൽ കാര്യമൊക്കെ പറയാൻ മാത്രം എന്ത് റിലേഷനാണ് നമ്മൾ തമ്മിലുള്ളതെന്ന് പറയാണ്. നിങ്ങളെൻ്റെ ആരുമല്ല, അതുകൊണ്ട് തന്നെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിലൊന്നും ഇടപെടണ്ട. മാത്രമല്ല നിങ്ങളുടെ നെഫ്യൂൻ്റെ ടീച്ചറാണ്, എന്നെ ഒരു ടീച്ചറായി മാത്രം നിങ്ങൾ കണ്ടാൽ മതിയെന്നും പറഞ്ഞിട്ട് ഇവൾ അവിടെ നിന്ന് പോകാനാണ് കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയിട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോം സ്റ്റേ ചെയ്യുന്ന ഈ ഒരു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് കേട്ടോ. ഈ റെഡ് സർക്കിളിൻ്റെ ഉള്ളിൽ കാണുന്നതാട്ടോ നമ്മുടെ ബോം സ്റ്റേ ചെയ്യുന്ന വീട്. ബോം ആണെങ്കിൽ വീടിൻ്റെ മേലെ ഈ ഒരു ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി കയറിയതാട്ടോ. അപ്പോഴാണ് ഇവൻ തലേദിവസം ചോദിച്ച ആ ചോദ്യം വീണ്ടും ഓർമ്മ വരുന്നത്. അപ്പോൾ ആ ഒരു ദേഷ്യമൊക്കെ ചെറിയ രീതിയിൽ ഈ ചെടിയുടെ മേത്തൊന്ന് ചവിട്ടി കാണിക്കുന്നുണ്ട് അവൾ.
എങ്കിലും പെട്ടെന്ന് തന്നെ ആ ദേഷ്യമൊക്കെ മാറ്റി അവൾ ആ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അവളൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് 3-4 കടന്നലോ വേട്ടാളനോ എന്തോ ഉള്ള നേരെ വരുന്നുണ്ട്. ഇവളാണെങ്കിൽ ഇറങ്ങി താഴേക്ക് ഓടുകയാണ്. ഇതാണെങ്കിൽ ഇവളെ ഫോളോ ചെയ്തുകൊണ്ട് വരികയാണ് കേട്ടോ. അങ്ങനെ ഇവൾ നേരെ വാതിലൊക്കെ തുറന്ന് പുറത്തേക്ക് ചെല്ലുകയാണ്. നേരെ പോയി ഇടിക്കുന്നത് നമ്മുടെ ജുണ്ണിൻ്റെ മേലെയാണ് കേട്ടോ, നമ്മുടെ ലോയറാണെങ്കിൽ ഈ ഒരു കടന്നലിനെ കാണുമ്പോൾ ഇവളെ ഒളിപ്പിക്കുകയാണ്. ഇവളുടെ മേത്ത് അതിൻ്റെ കുത്തൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ജുണ്ണിൻ്റെ നെറ്റിയിൽ നല്ലൊരു കുത്ത് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് സീനിൽ ബോം നമ്മുടെ ജുണ്ണിനെ റൂമിൽ കൊണ്ടുവന്ന് ഒരു ബാൻഡേഡൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ എന്തിനാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോം ഇത്രയും ദൂരം യാത്ര ചെയ്ത് സിയോളിലേക്ക് വന്നത് ഇവൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അതിനൊരു താങ്ക്സ് എന്ന രീതിയിൽ ഇത് കൊടുക്കാനാണ്. ബോം ആണെങ്കിൽ ഈ ഒരു ലക്ഷറി ആയിട്ടുള്ള ഷോപ്പിംഗ് ബാഗ് കാണുമ്പോൾ തന്നെ പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെയൊന്നും വേണ്ട, ഞാൻ അവളൊരു ടീച്ചറാണ്, അതുകൊണ്ട് ഇത് ടീച്ചറും ചെയ്തു പോകുന്നൊരു കാര്യം ഞാനും ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഇത് തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ജുൺ പറയുന്നുണ്ട്, ഞാൻ അവളുടെ ചേട്ടനാണ്, സെജിൻ്റെ ചേട്ടനാണ്, അതുകൊണ്ട് ഇത് എനിക്ക് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഇവൾക്ക് കൊടുക്കുകയാണ്. ഇവളാണെങ്കിൽ ഇത് ലക്ഷറി ആയിട്ടാണെന്ന് പറഞ്ഞിട്ട് വേണ്ടാന്ന് പറയുമ്പോൾ ഇവനത് തുറന്ന് നോക്കാൻ പറയാണ്. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫുഡാണ് കേട്ടോ. ഫുഡാണെങ്കിൽ ബോമിന് അവൻ്റെ കോൺടാക്ട് നമ്പറും ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ കോൺടാക്ട് നമ്പർ എന്തിനാ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫുഡ് ഇവൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഇവനെ വിളിക്കാൻ തോന്നുന്നു പറഞ്ഞിട്ടാണ് ഈ നമ്പർ ഇപ്പോൾ കൊടുക്കുന്നത്. ഈ ടൈമിൽ നമ്മുടെ ജയ്ക്കു ആണെങ്കിൽ ഇവൾക്ക് എന്തെങ്കിലും മെസ്സേജ് വെച്ച് സോറി പറയണോ വേണ്ടെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ഈ സമയത്താണ് ഇവൻ്റെ കോവർക്കർ വന്നിട്ട് ഇവനോട്, ഞാൻ പറഞ്ഞ ഇന്നലത്തെ പ്ലാൻ എന്താ, ഇപ്പം നിങ്ങൾ ടെക്സ്റ്റൊക്കെ ചെയ്ത് തുടങ്ങിയില്ലേന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, അതെ നീ അധികം വൈകാതെ പുതിയ ജോബ് നോക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ടീച്ചേഴ്സൊക്കെ ഭയങ്കര പ്രാക്ടീസ് ആട്ടോ. ഇതിൽ ഏറ്റവും കൂടുതൽ നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നത് നമ്മുടെ PE ടീച്ചറാണ് കേട്ടോ. ഇവനാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ മറ്റേ ടീച്ചറിൻ്റെ കയ്യിൽ നിന്നൊരു ചവിട്ടൊക്കെ കിട്ടിയത്. ഒരു 2-3 ദിവസം പ്രാക്ടീസ് ചെയ്തപ്പോഴേക്കും ഇവന് ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആയിട്ടോ. അതായത് ഇനി ആര് വേണമെങ്കിൽ വാ, ഞാൻ ഒറ്റ അടിക്ക് ശരിയാക്കി തരാമെന്നാണ് നമ്മുടെ PE ടീച്ചർ പറയുന്നത്. അപ്പോഴാണ് നമ്മുടെ നായകൻ്റെ അങ്ങോട്ട് കയറി വരുന്നത് കേട്ടോ. നായകനും വിചാരിക്കുന്നുണ്ട്, അല്ല ഇവരൊക്കെ എന്താ ഇവിടെയെന്ന്. അപ്പോഴാണ് ഇവിടുത്തെ മാസ്റ്റർ പറയുന്നത് നമ്മുടെ നായകൻ്റെ അടുത്ത്, ഇവരുടെ സ്കൂളിൽ ഒരാളുണ്ട്, ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ ഭയങ്കര റൂഡായിട്ടാണ് പെരുമാറുന്നത്, മാത്രമല്ല ഭയങ്കര ബുള്ളിങ്ങും ഉണ്ട്, അതുകൊണ്ട് ഇവരിത് പഠിക്കാൻ വന്നതാണെന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ ജയ്ക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരികയാണ് കേട്ടോ. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ശരിക്ക് ഈ നോർത്ത് സൗത്ത് ചോക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ബുള്ളി ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് നൈസായിട്ട് തോൽപ്പിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഞാനൊന്ന് കുറച്ച് റിലാക്സേഷന് വേണ്ടി വന്നതാണെന്നും പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ടീച്ചറും, അതായത് ലാംഗ്വേജ് ടീച്ചറും വേറൊരു സാറും കൂടി പറയുകയാണ്, ഞങ്ങളെന്തായാലും എന്നാൽ പോവുകയാണ്, ബായ് എന്ന് പറയാണ്. പക്ഷേ നമ്മുടെ PE ടീച്ചറാണെങ്കിൽ അങ്ങ് കോൺഫിഡൻ്റ് ആയിട്ട് പറയാണ്, അതെ ഇത് ഒറ്റയടിക്ക് ഞാൻ ശരിയാക്കും എന്ന് പറയാണ്. PE ടീച്ചർ ഇവിടെയുള്ള ഇത്രയും പേരെ തോൽപ്പിച്ചുകൊണ്ട് തന്നെ നമ്മുടെ നായകനെയും തോൽപ്പിക്കാൻ പറ്റും എന്നൊരു വിശ്വാസത്തോടു കൂടി വീണ്ടും വരികയാണ് കേട്ടോ. ഇവൻ വിചാരിക്കുന്നത് പോലെ തന്നെ ഇവൻ തോൽപ്പിക്കുന്നൊക്കെ ഉണ്ട് നമ്മുടെ നായകനെ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നായകൻ തീരെ എഫോർട്ട് ഇടുന്നില്ല, 0 എഫോർട്ടാണ് നമ്മുടെ നായകൻ്റെ സൈഡിൽ നിന്ന്. അപ്പോഴാണ് നമ്മുടെ ലാംഗ്വേജ് ടീച്ചറിൻ്റെ ഫോൺ പെട്ടെന്ന് അടിക്കുന്നത് കേട്ടോ. അവളാണെങ്കിൽ പെട്ടെന്ന് ഓടിപ്പോയിട്ട് നോക്കിയിട്ട്, ഓ മിസ് ബോം വിളിക്കുന്നുണ്ട്, ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയാണ്. മിസ് ബോം എന്ന് കേട്ടതും നമ്മുടെ നായകനാണെങ്കിൽ PE ടീച്ചറിനെ ഒറ്റ സെക്കൻഡിലാണ് അങ്ങ് തള്ളിയിടുന്നത് കേട്ടോ. അവൻ നല്ല രീതിയിൽ എവിടെയോ ഇടിച്ചു വീഴുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ നായകൻ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കുകയാണ് കേട്ടോ അടുത്ത് വന്നിട്ട്. അപ്പോൾ നമ്മുടെ ബോമിൻ്റെ പ്രശ്നം കടന്നലാണ്. അതായത് ഈ ഒരു വീട്ടിൽ കടന്നലുണ്ട്, ഇനിയിപ്പോൾ ഇത് എന്ത് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ടീച്ചർ പറയുന്നുണ്ട്, അതായത് ലാംഗ്വേജ് ടീച്ചർ പറയുന്നുണ്ട്, ഇതിപ്പോൾ കടന്നലാണെങ്കിൽ ഓൺലൈനിൽ വല്ല സർവീസ് നോക്കേണ്ടി വരും വല്ല പ്രൊഫഷണൽസിൻ്റെ എന്ന് പറയാണ്. അപ്പോഴാണ് നമ്മുടെ നായകനൊരു ഐഡിയ വരുന്നത്, ചിലപ്പോൾ ഒരു സോറിയുടെ ഭാഗമായിട്ട് ഇവന് പോയിട്ട് ആ കടന്നലിനെ മാറ്റാമല്ലോ. നെക്സ്റ്റ് സീനിൽ നമ്മുടെ സ്കൂളിലാണെങ്കിൽ ഒരു സ്പോർട്സ് കോമ്പറ്റീഷൻ, സ്പോർട്സ് ഫെസ്റ്റിവൽ നടക്കാൻ പോവുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ 2 ടീമുണ്ട്. അപ്പോൾ ഒരെണ്ണം വൈറ്റും ഒരെണ്ണം ബ്ലൂവും, അങ്ങനെ 2 ടീമാക്കി തിരിക്കാൻ പോവാണ്. ആദ്യം തന്നെ നമ്മുടെ ഹാൻസം ആയിട്ടുള്ള നെഫ്യൂ എന്ന് എടുക്കുമ്പോൾ അവന് വൈറ്റ് ബോളാണ്. പിന്നെ അവൻ്റെ ഫ്രണ്ട്സ് എടുക്കുമ്പോൾ ഒരാൾക്ക് വൈറ്റ് ഒരാൾക്ക് ബ്ലൂ. അപ്പോഴാണ് ഇവൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, നമ്മുടെ സെജിനാണ് നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത്. സെജിൻ ഏത് ഗ്രൂപ്പാണെന്നുള്ള ക്യൂരിയോസിറ്റിയിൽ നോക്കുമ്പോൾ അവൾ വേറെ ഗ്രൂപ്പാണ്, അവൾ ബ്ലൂവിൽ വിട്ടു. സമയത്ത് നമ്മുടെ ലാംഗ്വേജ് ടീച്ചർ ആണെങ്കിൽ ഓൺലൈനിൽ നോക്കിയിട്ട് ഈ വാസ്പിനെയൊക്കെ ഈ കടന്നലിനെയൊക്കെ പിടിക്കണ ഒരാളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു. അപ്പോൾ അധികം കാശൊന്നും കൊടുക്കണ്ട, അയാളാണെങ്കിൽ പണ്ട് തൊട്ട് ഇതിനൊക്കെ പിടിച്ച് നല്ല പരിചയമുണ്ട്. ഈ ടീച്ചേഴ്സ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ടീച്ചേഴ്സിന് ഈ ലോട്ട് എടുക്കാനുള്ള ടൈം വരുന്നത് കേട്ടോ. അപ്പോൾ ഓരോ ടീച്ചേഴ്സും അവർക്ക് കിട്ടുന്നിടത്ത് അങ്ങ് മാറിപ്പോവാണ്. നമ്മുടെ ബോം ആണെങ്കിൽ വൈറ്റ് ബോൾ ഓട്ടോ കിട്ടുന്നത്. സ്റ്റാഫ് റൂമിലെത്തി കഴിയുമ്പോൾ നമ്മുടെ മിസ്റ്റർ ഹോങ്ങിനാണെങ്കിൽ ഭയങ്കര പ്രശ്നം. കാര്യം വേറെ ഒന്നുമല്ല, അങ്ങേരുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഭയങ്കര പ്രായമാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും സ്വയമായിട്ട് ടീം സ്വിച്ച് ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ നമ്മുടെ ഹെഡ് മാസ്റ്റർ പറയുന്നുണ്ട്. ബോമിനാണെങ്കിൽ ഈ ഒരു മിസ്റ്റർ ഹോങ് പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കാരണം പ്രായമായ ആൾക്കാർ, പ്രായം കുറഞ്ഞ ആൾക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹ്യൂമിലേറ്റ് ആവുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. പ്രതികരിക്കണം എന്ന് അവൾക്കുണ്ടെങ്കിലും അവളൊന്നും മിണ്ടാണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് മിസ്റ്റർ ഹോങ് ഒരു ബ്ലൂ ബോൾ എടുത്തിട്ട് നമ്മുടെ ടീച്ചറായ ബോമിൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഈ ഗ്രൂപ്പൊക്കെ സ്വിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവളുടെ അടുത്ത് ഹാൻഡിൽ ചെയ്യാൻ പറയാണ്. ബോമിനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്, നല്ല ഫ്രസ്ട്രേറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തിരുന്ന് നമ്മുടെ സിജിൻ കണ്ടിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ബോം ഒരു കാര്യം ഡിസൈഡ് ചെയ്യണം, ഒന്നല്ലെങ്കിൽ ബ്ലൂ ഗ്രൂപ്പിലേക്ക് പോകണം അല്ലെങ്കിൽ വൈറ്റ് ഗ്രൂപ്പ് എന്നായിരുന്നു അവൾ കൺഫേം ആയി പറയണം.
അങ്ങനെ നെക്സ്റ്റ് സീനിൽ നമ്മുടെ ബോം ആണെങ്കിൽ വീട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ. അവളുടെ ബ്ലൂ ബോൾ ഇപ്പോഴും കാണാനുണ്ട്, കയ്യിലുണ്ട്. പക്ഷെ വൈറ്റ് ബോൾ കാണാനില്ല. ഇവളാണെങ്കിൽ ഇത് അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് വീട് മൊത്തം. ഈ മിസ്റ്റർ ഹോങ്ങിനെതിരെ ഒരു നല്ലൊരു റിവെഞ്ച് എടുക്കണമെന്ന് വരെ അവൾക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് അവൾ വന്നിട്ട് നമ്മുടെ ജുൻ കൊണ്ടുവന്ന ആ ഒരു ഫുഡില്ലേ, ഈ ഫുഡിൻ്റെ പേര് ബേസുക്ക് എന്നാണ് കേട്ടോ. അത് ടേസ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് പല മെമ്മറീസും വരികയാണ്. കാരണം ഇവളുടെ അച്ഛൻ ഇവൾക്ക് മുൻപ് ഒരുപാട് തവണ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ആ സെയിം ടേസ്റ്റാണ് ഇപ്പോൾ ഇവൾക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇവൾക്ക് ചെറുപ്പത്തിൽ, അതുപോലെ തന്നെ കോളേജിൽ പഠിക്കുമ്പോൾ, ഇവൾ ഓരോ എക്സാംസ് പാസ് ചെയ്യുമ്പോഴൊക്കെ ഇവളുടെ അച്ഛൻ ഈ ടേസ്റ്റിൽ, ഈ സെയിം ടേസ്റ്റിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവൾക്ക് പെട്ടെന്ന് ഇത് ഓർമ്മ വന്നിട്ട് ഇവളിരുന്ന് കരയുകയാണ് അവിടെ. എങ്ങനെയാണ് എൻ്റെ അച്ഛൻ ഉണ്ടാക്കി തരുന്ന ഫുഡിൻ്റെ സെയിം ടേസ്റ്റ് ആയി എന്ന് ഇവളിങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് അവൻ പറഞ്ഞത് ആലോചിക്കുന്നുണ്ട്. അന്നൊരു കാർഡ്, ഒരു നമ്പർ ഇവൾക്ക് തന്നിരുന്നു, ഇത് കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്നെ വിളിക്കാൻ തോന്നുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഈ നമ്പർ അവളെടുത്ത് നോക്കിയിട്ട് ഇവനെ വിളിക്കുകയാണ് കേട്ടോ. ഇവിടെ കോളിൽ സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും പുറത്ത് കോളിംഗ് ബെൽ വരികയാണ്. അപ്പോൾ അവൾ നേരെ പോയി വാതിൽ തുറന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഫുള്ള് നെത്തൊക്കെ ഇട്ടിട്ട് ഒരു മനുഷ്യൻ വന്ന് നിൽക്കുകയാണ്. വേറെ ആരുമല്ല, നമ്മുടെ കടന്നലിൻ്റെ കൂട് മാറ്റാനും ആ കടന്നലിനെ പിടിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ആളാണ് കേട്ടോ. ഇത് ഓൺലൈനിൽ കണ്ടില്ലേ ആ ആൾ. എന്തായാലും നമുക്ക് മനസ്സിലാക്കാം ഇത് ഒറ്റൊരു നോട്ടത്തിൽ നമ്മുടെ നായകൻ തന്നെയാണെന്ന്. ടോം അങ്ങനെ ഈ വാസ്പിനെ പിടിക്കാൻ വേണ്ടി വന്ന ആളെ ആ വാസ്പുള്ള സ്ഥലത്തേക്ക്, ആ ചെടിയുള്ള സ്ഥലത്തേക്ക് മേലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. ബോം കുറച്ച് ദൂരെ നീങ്ങി നിന്നിട്ട് ഇയാളുടെ അടുത്ത് പറയുന്നുണ്ട്, ഈ ചെടിക്ക് ഞാൻ അങ്ങനെ ഡെയിലി വെള്ളമൊന്നും ഒഴിക്കാറില്ല. അത് കേടായാലും നന്നായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ വെള്ളമൊന്നും ഒഴിക്കാത്തത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അതുമ്മേ ഈ വാസ്പൊക്കെ വന്ന് കൂട് വെച്ചിട്ടുണ്ടാവുക എന്ന് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ചെടി എന്താണെന്നറിയില്ല, വെള്ളം ഒഴിച്ചാലും ഇല്ലെങ്കിലും ഇത് തന്ന ആളെ പോലെ തന്നെയാണ്, അത് നന്നായി വളരുന്നുണ്ടെന്ന് പറയാം. എന്നിട്ട് ഇവള് പറയുന്നുണ്ട്, ആ മരത്തിന് എന്തെങ്കിലും പറ്റിയാലും കുഴപ്പമൊന്നുമില്ല, ഈ കടന്നലിനൊക്കെ ഒന്ന് ഇവിടെ നിന്ന് കളഞ്ഞു കിട്ടിയാൽ മതി എന്ന് പറയാണ്. നമുക്കറിയാലോ ശരിക്കും ഇതൊക്കെ കേട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ മാസ്ക് ഒക്കെ ഇട്ട് നിൽക്കുന്നത് നമ്മുടെ നായകനാണ്. ശരിക്കുവാണെങ്കിൽ ഈ ചെടിയുമേ ഈ ഒരു വാസ്പിൻ്റെ കൂട് കാണാണ്. അത് അങ്ങനെ പറിച്ചെടുത്ത് നിലത്തിട്ടത് നശിപ്പിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ വേസ്റ്റ് ഫുൾ ഒരു പ്ലാസ്റ്റിക് കവറിലും ആക്കുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിട്ട്, ഓ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ, എന്നാൽ ഒരു പണിയും കൂടിയും ഒരു ഹെൽപ്പും കൂടി എനിക്ക് ചെയ്തു തരാമോ, ദേ അവിടെ താഴെ ഒരു മരം നിൽക്കുന്നുണ്ട്, അത് ഒന്നും ഉണ്ടാവുന്നൊന്നുമില്ല, അതും അധികം വൈകാതെ പൂപ്പലും പായലൊക്കെ വരും, അതും കൂടി ഒന്ന് വെട്ടി തരുമോ എന്ന് ചോദിക്കുകയാണ്. ഇത് രണ്ടും കൂടി ചെയ്യുമ്പോൾ എത്രയാവും എന്നൊക്കെ ഇവള് ചോദിക്കുമ്പോൾ ഇവൻ വായോണ്ടൊന്നും പറയുന്നില്ല കേട്ടോ, കൈകൊണ്ട് ജസ്റ്റ് ആക്ഷൻസ് കാണിക്കുകയാണ്. അപ്പോൾ അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇന്നതേ നമ്മുടെ നായകൻ ഈ മരവും വെട്ടാൻ തുടങ്ങി കേട്ടോ. അമ്മാണെങ്കിൽ അപ്പോഴേക്കും ഇവന് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സൂപ്പൊക്കെ എടുത്തു കൊണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന രീതിയിൽ വെയിറ്റ് ചെയ്യാൻ പറയാണ്. അങ്ങനെ ഇവളവിടെ ഇരിക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് ബോമിനൊരു കോള് വരുന്നത്. ബോമാണെങ്കിൽ കോളെടുത്ത് സംസാരിക്കുന്നുണ്ട്. ഹായ് ജൂൺ എന്ന് പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ നായകൻ ഒന്ന് സ്റ്റോപ്പ് ആവുന്നുണ്ട് കേട്ടോ. അവൻ ഇവൾ സംസാരിക്കുന്നത് ഫുള്ള് ശ്രദ്ധിക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കഴിച്ച ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ആ ചിക്കൻ്റെ ഐറ്റം. അവൾക്ക് ഇതിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരുമോ ചോദിക്കുമ്പോൾ ജുണ്ണാണെങ്കിൽ ആ പറഞ്ഞു തരാം, 24-ാം തീയതി 5 PM മീറ്റ് ചെയ്യാമെന്ന് പറയാണ്. ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് കേട്ട വഴിക്ക് നമ്മുടെ നായകന് നല്ല ദേഷ്യം വന്നിട്ട് ഒരൊറ്റ വെട്ട് കൊടുക്കുകയാണ് കേട്ടോ ആ ഒരു മരത്തിന്. ഒറ്റയടിക്ക് അത് നേരെ വീഴാൻ പോവുകയാണ്. വീഴാൻ പോകുന്നത് വേറെ ആരുടെയും മേത്തേക്കല്ല, ദേ അവിടെ ഇരിക്കുന്ന നമ്മുടെ നായികയുടെ മേത്തേക്കാണ് കേട്ടോ. പക്ഷെ പെട്ടെന്ന് തന്നെ ഇവൻ ഓടി വന്നിട്ട് ഇവളുടെ മേത്ത് വീഴാത്ത പോലെ അത് ഒറ്റയ്ക്ക് പിടിച്ചു നിർത്തുകയാണ്. നായകനാണെങ്കിൽ എന്തെങ്കിലും നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ചെയ്യുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാക്കും, ഹൂ ഹ എന്ന് പറഞ്ഞിട്ടൊരു ശബ്ദം ഉണ്ടാക്കും. ആ സെയിം വോയിസ് ഇപ്പോഴും ഉണ്ടാക്കി കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ഇവൾക്കൊരു ഡൗട്ട് വരികയാണ്. പെട്ടെന്ന് തന്നെ വന്ന് സ്ലീവ് മാറ്റി നോക്കുമ്പോൾ ഇതേ ടാറ്റു. അപ്പോൾ ഇവൾക്ക് ഇതാരാന്ന് മനസ്സിലായി കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളായിരുന്നു ഈ വാസ്പിനെ പിടിക്കാൻ വേണ്ടി വന്നതെന്ന് ചോദിക്കുകയാണ്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ നെഫ്യൂ ആണെങ്കിൽ ലൈബ്രറിയിൽ ഒരു സ്ഥലത്ത് നിന്ന് നമ്മുടെ സെജിനെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തലേ ദിവസം അവൾ ഓടി വന്ന അംബ്രലൊക്കെ കൊടുത്തില്ലേ, അതൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ്. സെജിനാണെങ്കിൽ ബുക്കൊക്കെ വായിച്ച് തിരിച്ചു വെച്ച് വരുമ്പോൾ നമ്മുടെ നെഫ്യൂ ഇവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ആ ബുക്ക് തിരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവൾക്ക് എന്തോ ഒരു സാധനം മനസ്സിലാവാത്തതുണ്ട്, പക്ഷേ ഇവനോട് ഡയറക്റ്റായിട്ട് ചോദിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, നിനക്കൊരു ലേശം പറഞ്ഞു തന്നു വെച്ചിട്ട് ഞാൻ ഈ വരുന്ന എക്സാമിൽ തോൽക്കാനൊന്നും പോകുന്നില്ല എന്ന്. അതായത് ഇവൾക്ക് കുറച്ച് പറഞ്ഞു കൊടുത്തു എന്ന് വെച്ചിട്ട് ഇവൻ തോൽക്കാനൊന്നും പോകുന്നില്ല എക്സാമിനെന്ന് പറയണം. കേൾക്കുമ്പോൾ നമ്മുടെ സെജിന് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, അതാ നീ എനിക്കിത് പറഞ്ഞതാന്ന് പറയാണ്. എന്നാൽ നമ്മുടെ നെഫ്യൂ സെജിന് എല്ലാം തന്നെ ഡൗട്ടുള്ളതൊക്കെ ക്ലിയർ ആക്കി കൊടുക്കുകയാണ്. ഡൗട്ട്സൊക്കെ ക്ലിയർ ആക്കിയിട്ട് പോകുന്ന നേരത്ത് അവൾ പെട്ടെന്ന് അവളുടെ ബാഗിൽ നിന്ന് ആ ബ്ലൂ ബോൾ എടുത്തിട്ട് അവൻ്റെ നേരെ എറിയുകയാണ്. അവനാണെങ്കിൽ അത് നല്ല രീതിയിൽ ക്യാച്ച് ഒന്നും പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഓ അപ്പോൾ നീ ഒരു അത്ലറ്റൊന്നും അല്ലല്ലേ, അപ്പോൾ സ്പോർട്സിന് നിന്നെ ഞാൻ ക്രഷ് ചെയ്തിരിക്കും, നീ ഞാൻ ചിരിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, എന്നാൽ സ്പോർട്സിന് അന്ന് ഞാൻ ചിരിക്കുന്നു നിനക്ക് കാണാൻ പറ്റും, നിൻ്റെ കൂടെ എനിക്ക് അന്നൊരു ഫോട്ടോ കൂടി എടുക്കണം, കാരണം ഞാൻ അന്ന് വിന്നറും നീ അന്ന് ലൂസറും ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് സെജിൻ പോകുന്നത്. സീനിൽ നമ്മുടെ നായകനാണെങ്കിൽ അവനിട്ടിരുന്ന് അതൊക്കെ മാറ്റുകയാണ്. അപ്പോൾ അവളോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായി ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇതുപോലത്തെ ടാറ്റു ഒക്കെ ഇട്ട് നടക്കുന്ന ആൾ ഈ നാട്ടിൽ വേറെ ആരും ഇല്ല എന്ന് പറയാണ്. എന്നിട്ട് ഇവൾ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതല്ല എൻ്റെ കാര്യത്തിലൊന്നും തലയിടാൻ വരണ്ടാന്ന്. അപ്പം നമ്മുടെ നായകൻ പറയുന്നുണ്ട്, ഞാൻ മിസ് ചെയ്യും, അതായത് നമ്മുടെ ലാംഗ്വേജ് ടീച്ചറുടെ അടുത്തുണ്ടായിരുന്നു, അതുകൊണ്ട് കേട്ടപ്പോൾ ഞാൻ വന്നതാണെന്ന് പറയാണ്. ഇവളാണെങ്കിൽ ഇന്ന് ചെയ്ത 2 ജോലിയുടെയും കാശൊക്കെ പെട്ടെന്ന് തന്നെ അവൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ചോദിക്കാതെ ഹെൽപ്പൊന്നും ആർക്കും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയാണ്. പുറത്തേക്കുള്ള ഗേറ്റ് ഇതേ ആ കാണുന്നതാണെന്നും പറഞ്ഞ് അവൾ വീടിനകത്തേക്ക് കയറി പോവാട്ടോ.
കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് അവൻ പുറത്തുനിന്ന് പറയുന്നുണ്ട്, എൻ്റെ ഹെൽപ്പ് ചോദിക്കുന്ന എന്തോരം ആൾക്കാരുണ്ടെന്ന് അറിയുമോ എന്ന് പറയാണ്. എന്നിട്ട് ഇവൻ പോവാണ് കേട്ടോ. അങ്ങനെ ആൾക്കാരൊക്കെ റോഡിൽ ഓടി ഒളിക്കുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ നായകനാണെങ്കിൽ ഷോൾഡറിലൊരു വലിയ മരവും കയ്യിൽ വലിയൊരു കോൾഡാലും ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ കാണുന്നവരൊക്കെ പേടിച്ച് വീടിനകത്തേക്ക് കയറുകയാണ്. ലാംഗ്വേജ് ടീച്ചറായ സിയോയും ഇത് കാണുന്നുണ്ട് കേട്ടോ. ബാക്കി നമുക്ക് ഈ എപ്പിസോഡിൻ്റെ പാർട്ട് 2 കാണാം കേട്ടോ.